നമസ്കാരം, ഞാൻ എം സുബൈർ. സംസ്ഥാനത്ത് യാത്രാ ദുരിതം ഒഴിയുന്നില്ല. KSRTC എംപാനൽ കണ്ടക്ടർമാരെ പിരിച്ചുവിട്ടതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് പല നടപടികളും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും മണിക്കൂറുകളോളം ബസ് സ്റ്റോപ്പുകളിൽ കെട്ടിക്കിടക്കേണ്ട അവസ്ഥയാണ് യാത്രക്കാർക്ക്. ഈ ദുസ്ഥിതി എന്ന് മാറും എന്ന് ഇനിയും പറയാറായിട്ടില്ല. കേന്ദ്ര സർക്കാർ ഇന്നലെ സുപ്രധാനമായ ഒരു നിയമം പാസാക്കി. ലോക്സഭ അങ്ങനെ ചരിത്രം കുറിച്ചു. വാടക ഗർഭപാത്ര നിയന്ത്രണ ബില്ലാണ് ഇങ്ങനെ അംഗീകരിച്ചത്. പ്രതിഫലം പറ്റിക്കൊണ്ട് വാടക ഗർഭധാരണം പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടുള്ളതാണ് ഈ ബില്ലിലെ വ്യവസ്ഥ. 10 വർഷം വരെ തടവും 10 ലക്ഷം പിഴയുമാണ് നിയമം ലംഘിക്കുന്നവർക്ക് നൽകുന്നത്. ശബരിമലയിൽ നിലയ്ക്കലിൽ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനെ തടഞ്ഞ SP യതീഷ് ചന്ദ്രയ്ക്ക് എതിരെ അവകാശ ലംഘന നോട്ടീസ് ഇന്നലെ ലോക്സഭയിൽ പരിഗണിച്ചു. ഈ അവകാശ ലംഘന നോട്ടീസ് സഭയുടെ പ്രിവിലേജ് കമ്മിറ്റിക്ക് അയക്കുമെന്ന് സ്പീക്കർ സുമിത്ര മഹാജൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ വാർത്തകളും വിശേഷങ്ങളും അടങ്ങുന്ന കൗമുദി ന്യൂസ് ട്രാക്ക് പ്രസൻറ്റഡ് ബൈ ദുബായ് ഗോൾഡിൻ്റെ ഈ ലക്കത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മുഖ്യ വാർത്തകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ബസ് കിതക്കില്ല, കുതിക്കും. ഇതാണ് കേരള കൗമുദി നൽകുന്ന മുഖ്യ വാർത്ത. KSRTCയിൽ പരിഷ്കാരങ്ങൾക്ക് മിന്നൽ വേഗം. മതിൽ പോര്, CPM NSS നേർക്ക് നേർ. ഇതാണ് മലയാള മനോരമയുടെ മുഖ്യ വാർത്ത. വിൽപ്പനയ്ക്കല്ല ഗർഭപാത്രം, മാതൃഭൂമിയുടെ മുഖ്യ വാർത്ത. ദേശാഭിമാനി നൽകുന്ന മുഖ്യ വാർത്ത പ്രളയ അനന്തര പുനർനിർമ്മാണം, മാർച്ചിനകം വീടുകൾ എന്നാണ്. ഇന്നലെ നടന്ന കളക്ടർമാരുടെ യോഗത്തിലെ വിശദാംശങ്ങളാണ് ഈ വാർത്തകൾ. കളക്ടർമാരുടെയും വകുപ്പ് മേധാവികളുടെയും സമ്മേളനം തുടങ്ങി. ധനസഹായം സമയബന്ധിതമായി വിതരണം ചെയ്യാൻ ശ്രദ്ധിക്കണം. ഈ സാമ്പത്തിക വർഷം തന്നെ റോഡ് പുനർനിർമ്മാണം പൂർത്തിയാകണം എന്നാണ് ഈ കളക്ടർമാരുടെ യോഗത്തിൽ എടുത്ത തീരുമാനം. ഇനി മാധ്യമം നൽകുന്ന മുഖ്യ വാർത്ത ബ്രേക്കില്ലാതെ പ്രതിസന്ധി. 9500 സ്ഥിരം കണ്ടക്ടർമാരിൽ 800ഓളം പേർ ദീർഘകാല അവധിയിൽ മുടങ്ങിയത് 1093 സർവീസുകൾ എന്നാണ് മുഖ്യ വാർത്ത. മംഗളം നൽകുന്ന മുഖ്യ വാർത്ത യതീഷ് ചന്ദ്രയ്ക്കെതിരെ അവകാശ ലംഘന നോട്ടീസ്, പൊറുക്കില്ല പൊൻ എന്നാണ്. ലോക്സഭയിൽ നോട്ടീസ് നൽകിയത് മന്ത്രി പൊൻ രാധാകൃഷ്ണൻ എന്ന് അനുബന്ധമായി നൽകിയിട്ടുണ്ട്. ദീപിക നൽകുന്ന മുഖ്യ വാർത്ത യാത്രാ ദുരിതം തന്നെയാണ്. ദുരിത യാത്ര. KSRTC ഇന്നലെ മുടങ്ങിയത് 1093 സർവീസുകൾ. എത്ര പേർ ജോലിക്ക് വരുമെന്ന് ഇന്നറിയാം. അതായത് പുതുതായി എത്ര പേർ ഇന്ന് ജോലിക്ക് എത്തും എന്നുള്ളത് ഇന്ന് അറിയാം എന്നുള്ളതാണിത്. ദി ഹിന്ദുവിൻ്റെ മുഖ്യ വാർത്ത നീതി ആയോഗിൻ്റെ ഇന്നലെ പുറത്തു വന്ന വികസന തന്ത്ര രേഖയുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. 9% ഗ്രോത്ത് ബൈ 2022 മസ്റ്റ് ടു ജനറേറ്റ് ജോബ്സ്, നീതി ആയോഗ്. ഇന്നലെ കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി പുറത്തിറക്കിയ വികസന നയ തന്ത്ര രേഖയിലാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകിയിട്ടുള്ളത്. ടൈംസ് ഓഫ് ഇന്ത്യയും ഇത് തന്നെയാണ് മുഖ്യ വാർത്ത. ഇതിൻ്റെ മറ്റൊരു വിഷയമെടുത്തിട്ടാണ് മുഖ്യ വാർത്തയാക്കിയിരിക്കുന്നത്. ലോൺ വേവിയർ നോട്ട് എ സൊല്യൂഷൻ ടു ഫാം ക്രൈസിസ് സൈസ് നീതി ആയോഗ് എന്നാണ് അത് പറയുന്നത്. അതേസമയം ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് UP രാഷ്ട്രീയമാണ്. ഉത്തർപ്രദേശ് രാഷ്ട്രീയം. വരാൻ പോകുന്ന 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ കൂട്ടുകെട്ടുകളെക്കുറിച്ചുള്ളതാണ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ മുഖ്യ വാർത്ത. BSP കട്ട് കോൺഗ്രസ് ഔട്ട് ഓഫ് UP ഫ്രെയിം. അതായത് SP-യും BSP-യും ചേർന്ന് കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പുതിയ കൂട്ടുകെട്ടുണ്ടാക്കാനുള്ള നീക്കം നടക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. ഇനി നമുക്ക് മറ്റ് അതായത് പ്രധാന വാർത്തകളുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ബസ് കിതക്കില്ല, കുതിക്കും. ഇതാണ് കേരള കൗമുദിയുടെ മുഖ്യ വാർത്തയിൽ പറയുന്നത്. KSRTCയിൽ പരിഷ്കാരങ്ങൾക്ക് മിന്നൽ വേഗം. അതായത് 4000-ലധികം എംപാനൽ കണ്ടക്ടർമാരെ പിരിച്ചുവിട്ടതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധിക്കിടയിൽ തന്നെ പുതിയ പരിഷ്കാരങ്ങളും വേഗത്തിൽ നടപ്പിലാക്കാനുള്ള നീക്കം KSRTC മാനേജ്മെൻറ്റ് നടത്തുന്നു എന്നുള്ളതാണ്. കോവളം സതീഷ് കുമാർ ആണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ പ്രതിസന്ധി മറികടക്കുന്നതോടൊപ്പം തന്നെ KSRTCയെ ഏത് തരത്തിൽ ലാഭകരമാക്കി മാറ്റാം എന്നുള്ളതിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നു. അതായത് ഡ്രൈവർ കം കണ്ടക്ടർ പദ്ധതി എന്നുള്ള ഒരു രീതി കൊണ്ടുവരുന്നു. ഈ KSRTCയുടെ പരിഷ്കരണത്തിന് വേണ്ടി സർക്കാർ മുമ്പ് നിയോഗിച്ചിരുന്ന പ്രൊഫസർ സുശീൽ കുമാർ ഖന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ശുപാർശകളാണ് ഇപ്പോൾ വളരെ വേഗത്തിൽ നടക്കുന്നത്. ഇതിനു മുമ്പ് ഈ ശുപാർശകൾ നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട സംഘടനകൾ അതിനെ ശക്തമായി എതിർക്കുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ
സംഘടനകൾ ദുർബലമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് വേഗത്തിൽ നടപ്പിലാക്കുക എന്നുള്ള ഒരു നടപടിയുമായിട്ടാണ് ഈ KSRTC മാനേജ്മെൻറ്റ് മുന്നോട്ട് പോകുന്നത്. പ്രധാന പരിഷ്കാരങ്ങൾ എന്താണെന്ന് പ്രത്യേകം നൽകിയിട്ടുണ്ട്. ജനപ്രതിനിധികളുടെ ശുപാർശ പ്രകാരമുള്ള സർവീസുകളിൽ കളക്ഷൻ കുറഞ്ഞവ നിർത്തലാക്കും. കൂടുതൽ വാടക വണ്ടികൾ നിരത്തിലിറക്കും. ഇന്ധന ചെലവും കണ്ടക്ടറുടെ ശമ്പളവും നോക്കിയാൽ മതി. ചുമതല അതായത് ചീഫ് ഡിപ്പോ ഓഫീസുകളിലെ ജീവനക്കാരുടെ എണ്ണം കുറച്ചിട്ട് അവിടെയെല്ലാം കമ്പ്യൂട്ടർവൽക്കരണം വേഗത്തിൽ നടപ്പിലാക്കും. അതുപോലെ തന്നെ ഡീസൽ നികുതിയുടെ ഇത് കുറയ്ക്കണം എന്ന് സർക്കാരിനോട് ആവശ്യപ്പെടും. ഇപ്പോൾ 23.81% ഡീസൽ നികുതി. ടിക്കറ്റിന് പകരം ട്രാവൽ കാർഡുകൾ ഏർപ്പെടുത്താനുള്ള ഒരു നീക്കവും KSRTC നടത്തുന്നുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. അതേസമയം 2 ദിവസം ആയി ഈ ആയിരക്കണക്കിന് സർവീസുകൾ റദ്ദ് ചെയ്യുന്നുണ്ടെങ്കിലും KSRTCയുടെ കളക്ഷനിൽ വരുമാനത്തിൽ കുറവ് വലുത് തോതിൽ വന്നിട്ടില്ല എന്നുള്ള കണക്കുകളും ഇതോടൊപ്പം പറയുന്നു. അതായത് 17-ാം തീയതി 7.49 കോടി രൂപയുടെ കളക്ഷൻ ഉണ്ടായി. 1000-ലധികം ബസ്സുകൾ സർവീസുകൾ നിർത്തലാക്കിയപ്പോഴാണ് 7.49 കോടി രൂപയുടെ ഉണ്ടായി. 17 ലക്ഷം രൂപ ഡീസൽ ഇനത്തിലും ചെലവിനത്തിലും കുറഞ്ഞുവെന്ന് പറയുന്നു. അതേസമയം 18-ാം തീയതി 6.5 കോടി രൂപയുടെ വരുമാനം ഉണ്ടായി എന്ന് പറയുന്നു. ഇന്നലെ മാത്രം സർവീസ് മുടങ്ങിയത് 1093 ബസ്സുകളാണ്. അതിൽ മധ്യമേഖലയിലാണ് ഏറ്റവും കൂടുതൽ ബസ്സുകൾ മുടങ്ങിയിരിക്കുന്നത്, 562 സർവീസുകൾ. തെക്കൻ മേഖലയിൽ 329 സർവീസുകൾ മുടങ്ങി. എന്നാൽ KSRTCയെ പരമാവധി രക്ഷപ്പെടുത്താനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ട് KSRTCക്ക് ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് വായ്പ എടുക്കുന്നതിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ഫീസിലും സ്റ്റാമ്പ് ഡ്യൂട്ടിയിലും ഇളവ് നൽകാൻ ഇന്നലെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇത് നേരത്തെ തീരുമാനിച്ചിരുന്നതാണെങ്കിലും ഇതുവരെ നടപ്പിലാക്കിയിരുന്നില്ല. അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇന്നലെ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തോടുകൂടി KSRTCയുടെ സ്വന്തമായിട്ടുള്ള ഭൂമി പണയപ്പെടുത്തി ഇനി വായ്പകൾ എടുക്കുന്നതിന് സഹായകരമാകുന്ന ഒരു നടപടിയാണ് ഇത് എന്ന് പറയുന്നു. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് നോക്കുകയാണെങ്കിൽ യതീഷ് ചന്ദ്രയ്ക്കെതിരെ ലോക്സഭയിൽ അവകാശ ലംഘന നോട്ടീസ് എന്നാണ്. നിലയ്ക്കലിൽ പൊൻ രാധാകൃഷ്ണന് നേരെ വാക്കേറ്റം. ഇതിനെ തുടർന്നാണ് അതായത് നവംബർ 21-ാം തീയതി നിലയ്ക്കലിൽ വെച്ച് കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനെയും മറ്റ് BJP നേതാക്കളെയും അന്ന് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന SP യതീഷ് ചന്ദ്ര തടഞ്ഞിരുന്നു. ഒരു ജനപ്രതിനിധിയോട് പെരുമാറേണ്ട രീതിയിൽ അല്ല SP പെരുമാറിയത് എന്നാണ് അവകാശ ലംഘന നോട്ടീസിൽ മന്ത്രി പൊൻ രാധാകൃഷ്ണൻ പരാതിപ്പെട്ടിരിക്കുന്നത്. ഈ അവകാശ ലംഘന നോട്ടീസാണ് ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഉടൻ തന്നെ ഇത് പ്രിവിലേജ് കമ്മിറ്റിക്ക്, ലോക്സഭയുടെ പ്രിവിലേജ് കമ്മിറ്റിക്ക് ഇത് അയക്കും എന്ന് സ്പീക്കർ സുമിത്ര മഹാജൻ അറിയിക്കുകയും ചെയ്തു. ഇതിൻ്റെ തുടർ നടപടി എന്ന് പറഞ്ഞാൽ ഈ നോട്ടീസ് പാർലമെൻറ്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് അയക്കുകയും ഡൽഹി MP ആയ മീനാക്ഷി ലേഖിയാണ് അധ്യക്ഷയായിട്ടുള്ള ഈ പ്രിവിലേജ് കമ്മിറ്റി. ഈ കമ്മിറ്റിയിൽ 15 അംഗങ്ങളാണുള്ളത്. ഈ കമ്മിറ്റിക്ക് വേണമെങ്കിൽ പലതവണ SP വിളിച്ചു വരുത്തി തെളിവെടുപ്പ് നടത്താം. പക്ഷേ ശിക്ഷാ നടപടി ശുപാർശ ചെയ്യാനുള്ള അധികാരം ഈ കമ്മിറ്റിക്ക് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ എന്ന് പറയുന്നത്. ഇനി പ്രധാനമന്ത്രിയും BJP കേന്ദ്ര അധ്യക്ഷൻ അമിത്ഷായും കേരളത്തിൽ എത്തുന്നു എന്നുള്ളൊരു വാർത്തയും വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ കേരള കൗമുദി നൽകിയിരിക്കുന്നു. പ്രധാനമന്ത്രി ജനുവരി 6-നും 27-നും കേരളത്തിൽ, അമിത്ഷാ 31-ന് പാലക്കാട്ട് എന്നാണ്. അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കേരളത്തിൽ വരുന്ന യാത്രയാണ് ഈ പ്രധാനമന്ത്രി വരുന്നത്. ജനുവരി 6-ാം തീയതി പത്തനംതിട്ടയിലാണ് ആദ്യത്തെ യോഗം നടക്കുക. അന്ന് ആ 4 മണ്ഡലങ്ങളിലെ 4 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലെ BJP പ്രവർത്തകരുടെ റാലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. അതോടൊപ്പം തന്നെ 27-ാം തീയതി തൃശ്ശൂരിൽ നടക്കുന്ന യുവമോർച്ചയുടെ റാലിയിലും അദ്ദേഹം പങ്കെടുക്കും എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ മാസം 31-ന് പാലക്കാട് ജില്ലയിലെ BJP ബൂത്ത് തല പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും അമിത്ഷാ എന്നുള്ള വിശദാംശം ഇതോടൊപ്പം നൽകിയിട്ടുണ്ട്. ഇനി കേരളത്തിൽ നൽകിയിരിക്കുന്ന മറ്റൊരു വാർത്ത, ആധാറിനെ നിർബന്ധിച്ചാൽ 1 കോടി പിഴ എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പുതിയ മൊബൈൽ ഫോൺ കണക്ഷനോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നതിനോ പോവുകയാണെങ്കിൽ ആധാർ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇനി മുതൽ ആധാർ നിർബന്ധമാക്കാൻ പാടില്ല. ആധാർ പ്രധാന തിരിച്ചറിയൽ രേഖയായി ആവശ്യപ്പെടുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനുള്ള നിയമമാണ് പാർലമെൻറ്റിൽ ഇന്നലെ അവതരിപ്പിച്ചത്.
ഇന്നലെ കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചത്. അതിൽ 1 കോടി രൂപ വരെ പിഴ ഈടാക്കാനുള്ള വ്യവസ്ഥ ഉൾക്കൊള്ളുന്നതാണ് ഇത്. ഇനി നമുക്ക് മലയാള മനോരമയുടെ മുഖ്യ വാർത്ത നോക്കുകയാണെങ്കിൽ CPM NSS നേർക്ക് നേർ മതിൽ പോര് എന്നാണ്. അതായത് ജനുവരി 1 നടക്കുന്ന വനിതാ മതിലുമായി ബന്ധപ്പെട്ടുള്ള കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും തമ്മിൽ വാക്പോരുണ്ടായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ചേർത്താണ് ഈ രാഷ്ട്രീയ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. RSSൻ്റെ തൊഴുത്തിൽ കെട്ടാനാണ് NSSനെ കൊണ്ടുപോകുന്നത് എന്നാണ് കോടിയേരി ആരോപിച്ചത്. എന്നാൽ ആരുടെയും തൊഴുത്തിൽ ഒതുങ്ങുന്നതല്ല NSS എന്നാണ് സുകുമാരൻ നായർ അതിന് നൽകിയ മറുപടി. എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് കണ്ണുരുട്ടൽ വേണ്ട എന്നാണ്. അതായത് നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന സർക്കാരിനോട് കണ്ണുരുട്ടലും ഭീഷണിയും വേണ്ടെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ മന്നത്തെ അംഗീകരിക്കേണ്ടി വന്നില്ലേ എന്ന് മുമ്പ് മന്നത്ത് പത്മനാഭനെ എതിർക്കുകയും ഇപ്പോൾ മന്നത്ത് പത്മനാഭൻ്റെ നവോത്ഥാന പ്രവർത്തനങ്ങളെ അംഗീകരിക്കുകയും CPM ചെയ്തിരിക്കുന്നു എന്നാണ് സുകുമാരൻ നായർ നൽകുന്ന മറുപടി. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഇനി KSRTC നിയമനം ലഭിച്ചവരിൽ പകുതി പേരും എത്താൻ സാധ്യതയില്ല എന്നൊരു വാർത്തയും മലയാള മനോരമ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. 4071 പേരെ എംപാനൽ കണ്ടക്ടർമാരെയാണ് പിരിച്ചുവിട്ടത്. 4051 പേർക്ക് നിയമന ഉത്തരവ് അയച്ചു കൊടുത്തു. പക്ഷേ ഇവരിൽ പകുതിയോളം പേരും, അതായത് 1500ഓളം പേര് പോലും എത്താൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പറയുന്നത്. 7 നാൾ കനിക്കുള്ളിൽ അവർ 14 പേർ എന്നുള്ളൊരു വാർത്തയും മലയാള മനോരമ നൽകിയിട്ടുണ്ട്. മേഘാലയയിലെ ഈസ്റ്റ് ജെയ്തിയ ജില്ലയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന കനിയിൽ കുടുങ്ങിയ 14 തൊഴിലാളികളെ പുറത്തെത്തിക്കുന്നതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. കാണാതായ തൊഴിലാളികൾക്കായി തിരച്ചിൽ 7ാം ദിനത്തിലേക്ക്. നദി കരകവിഞ്ഞ് കനിയിൽ വെള്ളം പൊങ്ങിയത് അപകട കാരണം. ഒരാഴ്ചയായിട്ടും താഴാതെ ജലനിരപ്പ്. അതായത് 370 അടി ആഴമുള്ള കനിയിലാണ് ഈ 14 തൊഴിലാളികൾ അകപ്പെട്ടിരിക്കുന്നത്. ഇവരുടെ എണ്ണം ഇനിയും കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിശദാംശവും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട്. CPMൽ വീണ്ടും പീഡന പരാതി, CPMൽ വീണ്ടും നടപടി എന്നുള്ള ഒരു വാർത്ത നൽകിയിരുന്നു. പീഡന പരാതി CPM കർണാടക സെക്രട്ടറി പുറത്ത് എന്നുള്ളതാണ് മറ്റൊരു വാർത്ത നൽകിയിരിക്കുന്നത്. അങ്ങനെ CPM കേരളത്തിലെ MLA ആയ PK ശശിക്ക് പുറമെ മറ്റൊരു CPM നേതാവിന് കൂടി ഇപ്പോൾ പുറത്തേക്ക് പോകേണ്ടി വന്നിരിക്കുന്നു. കർണാടക സെക്രട്ടറി GV ശ്രീരാമ റെഡ്ഡിയാണ് ഇങ്ങനെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും പുറത്തായി ഇപ്പോൾ അവരെ ഒരു ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിരിക്കുന്നത്. പകരം U ബാസവരാജുവിനെ പുതിയ സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുക എന്നുള്ള വാർത്തയും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് മാതൃഭൂമിയുടെ മുഖ്യ വാർത്ത നോക്കുകയാണെങ്കിൽ വിൽപ്പനയ്ക്കല്ല ഗർഭപാത്രം, വാടക ഗർഭപാത്ര നിയന്ത്രണ ബിൽ ലോക്സഭ പാസാക്കി എന്നുള്ളതാണ്. പ്രതിഫലം പറ്റിയുള്ള വാടക ഗർഭധാരണം പൂർണ്ണമായി നിരോധിക്കുന്നതാണ് ഈ ബില്ലിലെ വ്യവസ്ഥകൾ. ഇത് നിയമപരമായി 5 അതിലധികമോ വർഷം വിവാഹിതരായി കഴിയുന്ന കുട്ടിയില്ലാത്ത ദമ്പതിമാർക്ക് അടുത്ത ബന്ധുവിൽ നിന്ന് വാടക ഗർഭപാത്രം സ്വീകരിക്കാം. ഇങ്ങനെ ജനിക്കുന്ന കുട്ടിയെ നിയമപരമായ കുഞ്ഞായി പരിഗണിക്കണം എന്നുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ടതാണ് ഇത്. അതേസമയം ഇതിൽ യാതൊരു തരത്തിലുള്ള ആശങ്കയുമില്ല. ആശങ്കകളെല്ലാം പരിഹരിക്കും എന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഇന്നലെ ലോക്സഭയിൽ പറഞ്ഞു. ഇങ്ങനെയാണ് പറയുന്നത്. ഗർഭപാത്രം വാണിജ്യപരമായി ഉപയോഗിക്കുന്നത് തടയുകയാണ് ബില്ലിൻ്റെ പ്രധാന ഉദ്ദേശം. അതേസമയം കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് വൈദ്യശാസ്ത്രത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനാകാം എന്നുള്ളതാണ് കേന്ദ്രമന്ത്രിയുടെ വാദം. അതേസമയം 5 വർഷം എന്ന വ്യവസ്ഥ ഒഴിവാക്കണമെന്ന് ഈ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെ ചില പ്രതിവാദങ്ങൾ നടത്തിയ NK പ്രേമചന്ദ്രൻ MP പറയുന്നു. വിവാഹശേഷം കുട്ടികൾ ഉണ്ടാകില്ലെന്ന് ശാസ്ത്രീയമായി കണ്ടെത്തിയാൽ പോലും 5 വർഷം കാത്തിരിക്കേണ്ടി വരും. ഈ വ്യവസ്ഥ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വ്യവസ്ഥ ഒഴിവാക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് എന്ന് പറയുന്നു. കുട്ടികൾക്ക് ലഹരി വസ്തുക്കൾ വിറ്റാൽ 7 വർഷം വരെ തടവ് എന്നൊരു വാർത്ത മാതൃഭൂമി നൽകിയിരിക്കുന്നു. ബാലനീതി നിയമത്തിൽ കേന്ദ്ര സർക്കാർ വരുത്തിയ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത. അതായത് 7 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് ഈ നിയമലംഘകർക്ക് വരുന്നത്. അതായത് ബീഡിയോ സിഗരറ്റോ അല്ലെങ്കിൽ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ വാങ്ങാൻ കുട്ടികളെ അയക്കുകയോ അവർക്ക് ഇവ വിതരണം ചെയ്യുകയോ ഇവർ കൈവശം സൂക്ഷിക്കുകയോ ചെയ്യുന്ന അവർക്കാണ് ഈ ശിക്ഷാ നടപടി വരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ. മദ്യം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവ കുട്ടികൾക്ക് വിൽക്കുന്നതും കുട്ടികളെ ഉപയോഗിച്ച് കൈമാറുകയോ വിൽപ്പന നടത്തുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്നതും
ആണ് കുറ്റകരമായിട്ടാണ് കാണുന്നത് എന്ന് പറയുന്നു. മാതൃഭൂമി അകത്ത് നൽകിയിരിക്കുന്ന ഒരു പ്രധാന വാർത്ത KSRTCയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പുതിയ കണ്ടക്ടർമാർ ഇന്ന് എത്തും എന്ന് പറയുന്നു. 4059 പേർക്കാണ് നിയമന ഉത്തരവ് കഴിഞ്ഞ ദിവസം അയച്ചത്. ഇതിൽ ഇവർ ഇന്ന് എത്തി ഡ്യൂട്ടിയിൽ ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എത്ര പേർ എത്തുമെന്നുള്ളത് ഇവർ വന്ന ശേഷമേ നമുക്ക് കണക്കാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് KSRTC പറയുന്നത്. പ്രതീക്ഷിക്കുന്നത് 1000 പേരെങ്കിലും എത്തുമെന്നാണ് KSRTCയുടെ പ്രതീക്ഷ എന്നാണ് പറയുന്നത്. അതേസമയം ഈ പിരിച്ചുവിട്ട എംപാനൽ കണ്ടക്ടർമാരിൽ 800ഓളം പേർ ഇന്നലെ സ്വകാര്യ ബസ് ഉടമകളെ സമീപിച്ചു എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളും നൽകുന്നു. അത് സംസ്ഥാനത്തെ ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികളാണ് ഇങ്ങനെ അറിയിച്ചത്. 800ഓളം പേർ അവരെ സമീപിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നു.